ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ സദ്ഗുണ സമ്പന്നനാവാൻ നോക്കുകയാണ്. അതാണ് വിർച്വൽ മോറാലിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല നേരത്തെ. അതായത് അദ്ദേഹത്തിന് വാട്ട് ഷുഡ് ഐ ഡു എന്നതിനെക്കാട്ടും വാട്ട് ഷുഡ് ഐ ബി എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കാട്ടും ഞാൻ എന്തായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ സുഹൃത്തിനോടുള്ള 3 കാര്യങ്ങളാണ് അയാൾക്ക് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ലോയൽറ്റി, പിന്നെ സെൽഫ്ലെസ്നെസ്, പിന്നെ ഹോണസ്റ്റി. അതായത് സുഹൃത്തിനോടുള്ള ലോയൽറ്റി, അതായത് അദ്ദേഹം ആണ് വർമ്മ സാറാണ് അദ്ദേഹത്തെ ലൈഫിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന് ഇത്തരം നിലയിൽ എത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു കടപ്പാടുണ്ട്. അപ്പോൾ അത് വിട്ട് കളയാൻ താല്പര്യമില്ല. രണ്ടാമത്താണ് സെൽഫ്ലെസ്നെസ്, അത് ത്യാഗം. അതായത് സ്വന്തം മകളുടെ ആഗ്രഹവും അല്ലെങ്കിൽ അവളുടെ ഇഷ്ടവും ത്യജിക്കണം ഇതിന് മറ്റേ ഫ്രണ്ട്ഷിപ്പിൻ്റെ ലോയൽറ്റിക്ക് വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഹോണസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെൻറ്റ് മകളോട് പോയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന സീന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ അദ്ദേഹം നുണയോ അല്ലെങ്കിൽ ഒന്നും മറച്ചു വയ്ക്കുന്നൊന്നുമില്ല, ഓപ്പണായിട്ട് പറയുകയാണ്, എനിക്ക് അദ്ദേഹത്തോട് ഫ്രണ്ട്ഷിപ്പാണ് മുഖ്യം, അപ്പോൾ നീ എന്താ തീരുമാനം എടുത്തോ പറഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ട സീനുണ്ട്. അപ്പോൾ അതിൽ ഇന്നസെൻറ്റ് ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ. നീ നേരത്തെ പറഞ്ഞില്ലേ ഇമേജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ലോയൽറ്റിയാണ് എനിക്ക് കൂടുതൽ ഫോക്കസ്. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൻ്റെ മുമ്പിൽ ആ ഫ്രണ്ടിൻ്റെ മുമ്പിൽ ലോയൽ ഒരാളാണെന്ന് കാണിക്കണം, ഒരു സദ്ഗുണ സമ്പന്നനാണെന്ന് ഞാൻ കാണിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇന്നസെൻറ്റ് അവിടെ പ്രയത്നിക്കുന്നത്.